കേരളത്തിലെ സ്വർണ്ണക്കടത്തിന് പിന്നിൽ ഒരു പ്രധാന സംഘം ഒമാന ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു സംഘം പ്രവർത്തിക്കുന്നു. 200ഓളം പേര് പ്രതിമാസം കാരിയറായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘത്തിൽ മുമ്പ് പ്രവർത്തിച്ച ചരൽ പൈസ ഉൾപ്പെടുത്തുക. അല്ല അതൊക്കെ അന്വേഷിക്കണമെങ്കിൽ ആരന്വേഷിക്കണം? ഈ കേരളത്തിന്റെ ഈ 4 പോലീസുകാർ അന്വേഷിച്ചാൽ മതിയോ? ഇതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വർണം ആര് കൊടുത്തുവിട്ടു, എന്തിനു കൊടുത്തുവിട്ടു, ഈ സ്വർണം ആർക്ക് കൊടുത്തു, ഈ സ്വർണം എങ്ങോട്ടാണ് കൊടുത്തതിന് ശേഷം പോയിട്ടുള്ളത്, ആരന്വേഷിക്കേണ്ടത്? ഇവിടുത്തെ കസ്റ്റംസ് അല്ലേ, പ്രിവെന്റീവ് ഡിവിഷൻ അല്ലേ? ഇതല്ല ആവർത്തിച്ച് പറയുന്നത്. അപ്പം ആ ഭാഗമൊക്കെ നിർത്തി അവസാനിപ്പിച്ചു. അങ്ങോട്ട് അന്വേഷണമല്ല, എയർപോർട്ടിന്റെ പുറത്തേക്കും അന്വേഷണമല്ല. ഈ സ്വർണം ഇങ്ങനെ അങ്ങോട്ട് വാരും, എന്നിട്ട് തട്ടാൻ്റെ അടുത്തേക്ക് പോകും. വന്നത് എവിടെയാണെന്ന് അന്വേഷിക്കേണ്ട, ഇത് കൊണ്ട് കൊടുത്തത് എവിടേക്കാന്ന് അന്വേഷിക്കേണ്ട, ഒന്നുമില്ല. അതിന്റെ വിഹിതം കിട്ടി, പൂട്ടി, കോടതിയിൽ കൊണ്ടിട്ടു, കഴിഞ്ഞ് ഫിനിഷ്. ഈ സ്വർണ്ണക്കടത്തിന് പിന്നിൽ ഒരു മാഫിയ എന്ന് തന്നെയാണ്. പോലീസ് അന്വേഷണ അന്വേഷണം വേണമെന്ന് എന്റെ പൊന്നുമോനെ, പിന്നെ എങ്ങനെയാണ് നടക്കുക? ഒരു സാധാരണക്കാരന് അവിടെ 1500-2000 റിയാലിന് ജോലി ചെയ്യുന്നവന് ഇങ്ങനെ കിലോ കണക്കിന് സ്വർണ്ണമായിട്ട് അവിടെ നിന്ന് വരാൻ പറ്റുമോ? അപ്പോൾ ഇതിന്റെ പിന്നിലൊരു വലിയ സംഘം അവിടെ പ്രവർത്തിക്കുന്നില്ലേ? ഇതിനൊക്കെ വലിയ വലിയ ബുദ്ധി വേണോ? സാധാരണ മനുഷ്യന്റെ ചെറിയ കോമൺ സെൻസ് പോരെ? അന്താരാഷ്ട്ര ഇടപാടും അല്ലെങ്കിൽ അന്തർ സംസ്ഥാന ഇടപാടുമൊക്കെ ആകുമ്പോൾ സംസ്ഥാന ഏജൻസിക്ക് പകരം കേന്ദ്ര ഏജൻസിയോ CBI പോലുള്ള ഏജൻസിയോ അങ്ങനെ എന്തെങ്കിലും അന്വേഷണം ആവശ്യപ്പെടുന്നു. അല്ല, അതിലേക്ക് എന്ത് പോവാണ്? എന്താണ് കേന്ദ്ര ഏജൻസികളൊന്നും വരാത്തത്? എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ വരാത്തത്? അവരും അന്വേഷിക്കട്ടെ, അവർക്കും ഇതിന്റെ ബാധ്യത ഉണ്ടല്ലോ. ഈ ഹിന്ദു ലേഖനത്തെ ചൊല്ലിയിട്ടിപ്പോൾ ഒരുപാട് സംഘടനകളൊക്കെ രംഗത്ത് ഇതിനോടകം വന്നു കഴിഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് അൻവറിനോട് ഏതെങ്കിലും രീതിയിൽ ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ അൻവറാണ് ടാർഗറ്റ് എന്നിട്ട് മലപ്പുറത്ത് മുഴുവൻ കുറ്റം പറയരുത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുണ്ടോ? അൻവറായിരുന്നോ ടാർഗറ്റ്? അത് പറഞ്ഞ് മലപ്പുറത്തിനെതിരായി പോയതാണ് എന്ന് കരുതുന്നു. അതൊന്നുമില്ല, അതൊക്കെ വളരെ വ്യക്തമല്ലേ. ഇപ്പം ടാർഗറ്റ് അൻവറാണ്, അതിൻ്റെ കൂടെ മലപ്പുറത്താണല്ലോ അൻവറും. അപ്പോൾ മലപ്പുറത്തിൻ്റെ പുത്രനാണ് അൻവർ, അതാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു വരുന്നത്. ഞാൻ മലപ്പുറത്തിൻ്റെ പുത്രനല്ല, ഞാൻ ഈ ഭാരതത്തിൻ്റെ പുത്രനാണ്. രാജ്യത്തിൻ്റെ ദേശീയതയിൽ അലിഞ്ഞു ചേർന്ന കുടുംബചരിത്രമുള്ള, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പങ്കുവഹിച്ച, ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ടുള്ള ഒരു കുടുംബത്തിനാണ് വരുന്നത്. ഞാൻ മലപ്പുറത്തിൻ്റെ പുത്രനല്ല, ഞാൻ ഈ ഭാരതത്തിൻ്റെ പുത്രനാണ്. ഞാനൊരു ഭാരതീയനാ, അതിലൊരു തർക്കമില്ല. അതൊന്നും ഇവർ തേച്ച് മാറ്റി കളഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയാണല്ലോ. ഈ കേസ് നമ്മൾ കൊടുക്കുന്ന പെറ്റീഷൻ പഠിച്ചിട്ട് ഹൈക്കോടതിക്ക് അത് തീരുമാനമെടുക്കാം. അത് ഹൈക്കോടതിയുടെ ഓപ്ഷനാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എന്ത് തീരുമാനം എടുക്കുന്നോ സ്വാഭാവികമായിട്ടും അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. ഇപ്പം അതിലൊരു തടസ്സം വരാൻ പോകുന്നത്, നമ്മളിപ്പോൾ ലീഗൽ ഒപ്പീനിയൻ സീനിയർ ലോയേഴ്സുമായി ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ പേരിന് നടക്കുന്നുണ്ടല്ലോ SIT. ആ ഇൻവെസ്റ്റിഗേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് കോടതി ഒരു പക്ഷേ പറയും ആ ഇൻവെസ്റ്റിഗേഷൻ കഴിയട്ടെ, അങ്ങനെ ഒരു നെഗറ്റീവ് അതിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിനെന്ത് പരിഹാരം എന്ന് നിയമവിദഗ്ധർ ആലോചിക്കുന്നുണ്ട്. അവരുടെ ആ നിയമവിദഗ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിക്കുക. അതാണ് ഇപ്പോൾ സ്ട്രക്കായി നിൽക്കുന്നത്.